ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ വന്ന് നമ്മൾ സെയിം സ്ഥലത്ത് തന്നെയാണ് വന്നത്. CSRൻ്റെ മോളാണ്. ഏകദേശം ഒരു 6 മണി ഉണ്ടാവില്ല ചേട്ടാ, 6 മണിയായിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂണ്ടിടാൻ വേണ്ടി വന്നതാണ്. നമുക്ക് നോക്കാം, മീൻ പിടിക്കാൻ നമുക്ക് ഏത് കിട്ടാൻ നോക്കാം. ഗായ്സ്, നമുക്കൊരു കരിമീനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റത്തെ മീൻ കരിമീനാണ്. നോക്കാം, ഇവിടെ കരിമീൻ്റെ പോലെ തന്നെ വന്നായിരുന്നാണ്. വഴി റോഡായതുകൊണ്ട് വണ്ടികളും CSRൻ്റെ സൈഡാണ്. നമുക്ക് കിട്ടിയ കരിമീൻ നമുക്ക് ഇവനെ എടുക്കാം. നമ്മൾ ഇന്നലെ വന്നപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടൻ ഇന്ന് വന്നിട്ടുണ്ട്. ആൾ ഇന്ന് ചൂണ്ടിടൽ കുറച്ച് നേരമായില്ല ചേട്ടാ, കുറച്ച് നേരമായി. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്, പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ട്. നമുക്ക് വേറെ അടുത്ത് എന്തെങ്കിലും മീൻ കിട്ടുമെന്ന് നോക്കാം. ഗായ്സ്, നല്ല കൊത്താണ്, കരിമീൻ്റെ കൊത്ത് തന്നെയാണ്. കാണാൻ പറ്റും, പൊന്തി ഇങ്ങനെ കൊത്തി കളിച്ച് താഴ്ത്തും. പക്ഷേ കരിമീൻ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഇവന്മാരിങ്ങനെ കൊത്തി നിൽക്കുകയുള്ളൂ. അത് തീറ്റ മര്യാദയ്ക്ക് എടുക്കണില്ല. നമുക്ക് നോക്കാം. പരലിൻ്റെ സമയമായി, പക്ഷെ പരൽ കിട്ടണില്ല അല്ലേ, അതിലൊന്നുമില്ല. ഗായ്സ്, നമുക്കൊരു പരൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയുള്ളൂ. ഒരു ഇടത്തരം സൈസാണ്, കുഴപ്പമില്ല. നമുക്ക് പിന്നെ എടുക്കാം. ഞാൻ വീഡിയോ ഒന്ന് സൂം ചെയ്ത് വെച്ചേക്കാണ്, അതാണ് വലിപ്പമായിട്ട് കാണണേ. ഓക്കെ, നമുക്ക് അടുത്ത മീൻ കിട്ടുമോ നോക്കാം. ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ ഒരു ചെറിയൊരു പരലും കൂടി കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് പിന്നെ എടുക്കാം. മൂന്നാമത്തെ മീനാണ്. നമുക്ക് നോക്കാം ഇനി മീൻ കിട്ടുമോ നോക്കാം. ഇനി രാത്രി ആവണമെന്ന് തോന്നുന്നു. രാത്രി ആകുമ്പോഴേ നമുക്ക് മീൻ കിട്ടാം. ഗായ്സ്, നമ്മുടെ ചേട്ടനെ കിട്ടിയതാണ്. ആള് വലിയ കുളത്ത് ഇട്ടിട്ടുണ്ടിരുന്നത്. ഇപ്പോൾ കുളത്ത് മാറി ചെറിയ കുളത്തിട്ടപ്പോൾ ആൾക്ക് ഞെഴു പറഞ്ഞെഴു എന്നൊക്കെ പറയും നമ്മുടെ ഇവിടെ. ഗായ്സ്, നമ്മുടെ നിപ്പാന്ന് പറയണ പോലെ ഇഷ്ടം പോലെ വവ്വാലുകളാണ്. ലോഡ് കണക്കിന് വവ്വാലുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതുമാതിരി ഇങ്ങനെ കറങ്ങി അങ്ങോട്ട് പോവാം. എന്തോരാന്ന് നോക്കി, കുറേ ഉണ്ട്. ഗായ്സ്, നമുക്ക് ഒരു കോക്രാഞ്ചി കിട്ടിയിട്ടുണ്ട്. 6:45 സമയം. ഗായ്സ്, നമ്മുടെ ചേട്ടൻ്റെ ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസാണ്. എന്നിട്ട് കുഴിക്കുത്തിയാ ഇന്നലെ കിട്ടിയ പോലത്തെ സൈസ് തന്നെ അല്ലേ? കുറച്ചുകൂടി വലിപ്പമുണ്ടോ? നല്ലൊരു മീനാണ് കുഴിക്കുത്തി. ഗായ്സ്, നമുക്കിപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ ഒരു ഞണ്ട് തീറ്റയിൽ അടിച്ച് കയറിയുണ്ട്. നമ്മൾ ഈ ആരെല്ലാം പിടിക്കാനായിട്ട് മണ്ണീരയും ഇതൊക്കെ ഇടുമ്പോഴാണ് ഇവന്മാർ കയറാറ്. ഇപ്പോൾ തീറ്റയമേയും കയറി തുടങ്ങിയിട്ടുണ്ട്. തീറ്റയമേലും നമുക്ക് ഞണ്ടിനെ കിട്ടുന്നതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഞണ്ടാണ്. ഇത് എടുക്കാറുണ്ടോ ചേട്ടാ ഞണ്ടിനെ? പിന്നെ കളയാറ് ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ അതിനെ ചിലവരെടുക്കും, അല്ലെങ്കിൽ ചവിട്ടി കൂട്ടി പൊട്ടിച്ച് കളയുള്ളൂ. കാരണം നമ്മുടെ കുളത്തും നൂലൊക്കെ പൊട്ടിച്ച് കളയുമാർ ഭയങ്കര ശല്യക്കാരാണ്. ഗായ്സ്, നമുക്ക് 7 മണി കഴിഞ്ഞിട്ടും പരല് കിട്ടിയിട്ടുണ്ട്. ഇതാ ഈ സൈസ് ഉണ്ട് പരല്, കുഴപ്പമില്ല, നമുക്കെടുക്കാം. ഗായ്സ്, നമുക്കൊരു പരല് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയപ്പോൾ ഒരു വലിയ പരലാണ്, കുഴപ്പമില്ല. നമുക്ക് നോക്കാം, കുറച്ച് നേരം കൂടി ഇരുന്ന് നോക്കാം, വേറെ ഏതെങ്കിലും മീൻ കിട്ടുമോ നോക്കാം. ആ ചേട്ടൻ പോയി. ആൾ പോയപ്പോൾ ആൾ കിട്ടിയ മീൻ 2 നമുക്ക് തന്നിട്ട് പോയിട്ടുണ്ട്. ആൾ ഇന്നലെയും 2 മീൻ തന്നായിരുന്നു. നമുക്ക് നോക്കാം, നമുക്ക് 2 മീൻ കൂടി കിട്ടുമോ നോക്കാം. ഗായ്സ്, നമുക്കിപ്പോൾ അടുത്തൊരു മീൻ കൂടി കിട്ടിയിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോഴേക്കും ഇപ്പോൾ മീൻ ചട്ടപ്പെടാന്നാണ് കിട്ടണേ. ഇത് ഡാം പരലാന്ന് തോന്നുന്നു. ഡാം പരലാണ്. നമുക്ക് അടുത്ത മീൻ കിട്ടുമോ നോക്കാം. എന്തായാലും കുറച്ച് നേരം കൂടി ഇരുന്ന് നോക്കാം. രാത്രി ഇപ്പോൾ എന്തായാലും നല്ല മീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം അടുത്ത മീൻ ഏത് കിട്ടണേ നോക്കാം. പിന്നെ രാത്രി ഫിഷിങ് അടിപൊളിയാണ് ഇപ്പോൾ. ഗായ്സ്, നമുക്കിപ്പോൾ മൂന്നാമത്തെ മീനാണ് അടുപ്പിച്ച് കിട്ടണത്. ഇതിപ്പോൾ കോക്ലാഞ്ചിയാണ്. രാത്രി ആകുമ്പോൾ ഇപ്പോൾ എന്തായാലും നല്ല മീൻ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ പകലിരിക്കേണ്ട ആവശ്യം വരില്ല എന്ന് തോന്നുന്നു, നമുക്ക് രാത്രി ഇരുന്നാൽ മതി. ഓക്കെ, നമുക്ക് ഇനി അടുത്ത മീൻ ഏത് കിട്ടണേ നോക്കാം. ഗായ്സ്, ഞാൻ വീഡിയോ പതിയെ വൈൻഡപ്പ് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ സമയം ഇരട്ടി. നമുക്കിപ്പോൾ ഇന്ന് കിട്ടിയ മീനുകൾ ഇതാണ്. നമുക്കിന്ന് ഒരാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ നമുക്ക് ആൾക്ക് പോകുമ്പോൾ കൊടുക്കാം. ആൾക്ക് പുഴമീൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല മഞ്ഞായിട്ടുണ്ട്. നമുക്കതിനെ അധികം നിർത്താം. കാരണം ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, ഇത്ര സമയമായില്ലേ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. പിന്നെ നമ്മുടെ കയ്യിൽ ബാലൻസ് വന്ന തീറ്റയുണ്ട് കുറച്ച്. നമുക്ക് ആ തീറ്റ പുഴയിലേക്ക് ഇട്ടിട്ട് ഇടാം. കാരണം നമുക്ക് ഇനി അടുത്ത ദിവസം വരുമ്പോൾ മീൻ കിട്ടണമെങ്കിൽ തീറ്റ വീണാലാണ് നമുക്ക് ഇതുപോലെ മീൻ കിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ ഇരിക്കുന്ന തീറ്റ. പെല്ലറ്റും മൈദയും എസൻസൊക്കെ കുഴച്ചതാണ്. ഇതാണ് മൈദ കുറവാണ് നമുക്ക് മീൻ കിട്ടാണ്ടിരുന്ന മെയിനായിട്ട് അതാണ്. ഈ കുത്തി വലിച്ചിട്ട് പോലും മാത്രമേ ഉള്ളൂ. കാരണം ഇതിൽ മൈദ ഇല്ല പിടിക്കാനായിട്ട് ചൂണ്ടയിൽ. നമുക്കിത് പുഴയിലേക്ക് ഇട്ട് കൊടുക്കാം. വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഒരടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ. നല്ല മഞ്ഞുണ്ട്, പതിവ് അതിൻ്റെ പേരുടെ.